ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി കൂടുതൽ പണമിടപാടുകളും ഓൺലൈനായി മാറിയ സാഹചര്യത്തിൽ നമ്മളിൽ പലരും ഭൂരിഭാഗം പേരും ഇപ്പോൾ UPI അടക്കമുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവരാണ്. ശേഷിക്കുന്നവരിൽ അധികം പേരും പണമെടുക്കാൻ സമീപിക്കുന്നതാകട്ടെ ATMകളെയാണ്. എന്നാൽ പണമിടപാടിനായി ATM സ്ഥിരമായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന മാറ്റത്തിനൊരുങ്ങുകയാണ് RBI. പണമിടപാടുകൾക്ക് ATMനെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അതിനാൽ തന്നെ ഇനി മുതൽ ATM സേവനങ്ങൾ ചിലവേറുന്നത് സാധാരണ ഉപഭോക്താക്കളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ATM ഇടപാടുകളിൽ നിലവിലുള്ള സർവീസ് ചാർജുകൾ ഉയർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ RBI നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നൽകിയിരിക്കുന്ന 5 സൗജന്യ ഇടപാടുകൾക്കപ്പുറമുള്ള ട്രാൻസാക്ഷനുകളിൽ ഈടാക്കുന്ന ഫീസിനും ATM ഇന്റർചേഞ്ച് ഫീസിലും സാരമായ വർധന തന്നെ ഏർപ്പെടുത്താൻ RBI ആലോചിക്കുന്നതായാണ് വാർത്തകൾ പുറത്തുവരുന്നത്. നിലവിൽ 21 രൂപയിൽ നിന്നും പ്രതിമാസ പരിധി കഴിഞ്ഞാൽ ഈടാക്കുന്ന നിരക്ക് 22 രൂപയായി കൂട്ടാനാണ് ശുപാർശ. ഇതിനു പുറമെ മറ്റു ബാങ്കുകളുടെ ATM ഉപയോഗിക്കുമ്പോഴുള്ള ഇന്റർ ബാങ്ക് ചാർജ് 17 രൂപയിൽ നിന്നും 19 രൂപയാക്കാനും റിസർവ് ബാങ്കിനോട് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ശുപാർശ ചെയ്തതായാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് അപ്പാടെ RBI അംഗീകരിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. NPCI രാജ്യത്തെ വ്യവസായ പ്രമുഖരുമായി കൂടിയാലോചിച്ച ശേഷം ഉപഭോക്താവിന് അവരുടെ സൗജന്യ ഇടപാടുകളുടെ പരിധി തീർന്നതിന് ശേഷം നടത്തുന്ന ഇടപാടിന് പരമാവധി ഫീസ് ഒരു ഇടപാടിന് 21 നിന്നും 22 ഉയർത്താൻ ശുപാർശ ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ഇതിനു പുറമെയാണ് പണമില്ലാത്ത ഇടപാടുകൾക്ക് 6 നിന്നും 7 വർദ്ധിപ്പിക്കാൻ NPCI ശുപാർശ ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കേൾക്കുമ്പോൾ ചെറുതെന്ന് തോന്നിയാലും സ്ഥിരം ഇടപാടുകാരെ സംബന്ധിച്ച് ഈ തുക വലിയ ബാധ്യതയുണ്ടാക്കും. ഓരോ തവണയും ഒരു ബാങ്കിന്റെ ഉപഭോക്താവ് മറ്റൊരു ബാങ്ക് സ്ഥാപിച്ചിട്ടുള്ള ATM ഉപയോഗിക്കുമ്പോൾ മുൻ ബാങ്ക് രണ്ടാമത്തെ ബാങ്കിന് ഒരു നിശ്ചിത ഫീസ് നൽകേണ്ടി വരും. ഇതിനെയാണ് ഇന്റർചേഞ്ച് ഫീസ് എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് ഫീസുകളും വർദ്ധിപ്പിക്കുന്നതോടെ പതിവായി ATM സേവനങ്ങളെ ആശ്രയിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാകും. നിലവിൽ നോൺ മെട്രോ നഗരങ്ങളിൽ ഉപഭോക്താവിന് പ്രതിമാസം 5 സൗജന്യ ഇടപാടുകളുടെ പരിധിയും ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലെ മെട്രോ നഗരങ്ങളിൽ 3 സൗജന്യ പണമിടപാട് പരിധിയും കവിഞ്ഞാൽ ഒരു ATM പണമിടപാടിന് 21 രൂപ ഈടാക്കാൻ RBI ബാങ്കുകളെ അനുവദിക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക സാധാരണക്കാർക്ക് തന്നെയാകും. കാരണം രാജ്യത്തെ ഭൂരിപക്ഷം സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളും പണമിടപാടുകൾക്ക് UPI ആണ് ആശ്രയിക്കുന്നത്. എന്നാൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്ക് ATM തന്നെയാണ് പ്രധാന ഇടപാട് കേന്ദ്രം. മാത്രമല്ല ഗ്രാമീണ മേഖലയിൽ സ്വന്തം ബാങ്കിന്റെ ATM കണ്ടുപിടിക്കാൻ സാധാരണക്കാർ ഇതോടെ നിർബന്ധിതരാവും എന്ന് സാരം. അല്ലാത്ത പക്ഷം അവർക്കും പിഴ നൽകേണ്ടി വരും.